ഹലോ കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതൊരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എ ഫെറിസ് വീൽ ഈസ് എൻ അമ്യൂസ്മെന്റ് റൈഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ റൊട്ടേറ്റിംഗ് അപ്രൈറ്റ് വീൽ with multiple passenger carrying components attached to the rim in such a way that the wheel turns, they are kept upright. After taking a ride in Ferris wheel, Monica came out from the crowd and was observing her friends who were enjoying the ride. She was curious about the different angles and measures that the wheel will form. She forms the figure as given below. In the given figure, find angle ROQ, find the measure of angle RQP, or find measures of angle RSQ. Also find the sum of angle ORP and angle OQP. ഇത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് സോൾവ് ചെയ്യാം. ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് ആംഗിൾ ROQ. ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ROQ. ആംഗിൾ RPQ 30 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ RPQ ഈക്വൽസ് ടു 30 ഡിഗ്രി ഗിവൺ. ഇനി നമുക്ക് ആംഗിൾ ORP നോക്കാം. അത് ഈ ടാൻജന്റും റേഡിയസും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ക്രിയേറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ്. 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ OQPയും നോക്കാം, ടാൻജന്റ് ടു ദ റേഡിയസ്. സോ ആംഗിൾ ORP ഈക്വൽസ് ടു ആംഗിൾ OQP ഈക്വൽസ് ടു 90 ഡിഗ്രി. റീസൺ റേഡിയസ് ഓഫ് സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ടാൻജന്റ്. ഇപ്പൊ നമുക്ക് ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾസും അറിയാം. കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിൾ ആണല്ലോ. അതിനായിട്ട് നമുക്ക് ക്വാഡ്രിലാറ്ററൽ ORPQ കൺസിഡർ ചെയ്യാം. ഇൻ ക്വാഡ്രിലാറ്ററൽ ORPQ, ആംഗിൾ ORP പ്ലസ് ആംഗിൾ OQP പ്ലസ് ആംഗിൾ RPQ പ്ലസ് ആംഗിൾ ROQ ഈക്വൽസ് ടു 360 ഡിഗ്രി. ആംഗിൾ ORP ഈക്വൽസ് ടു ആംഗിൾ OQP ഈക്വൽസ് ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആംഗിൾസും 90 ഡിഗ്രി എന്ന് എഴുതാം. ആംഗിൾ RPQ 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലസ് ആംഗിൾ ROQ ഈക്വൽസ് ടു 360 ഡിഗ്രി. ആംഗിൾ ROQ ഈക്വൽസ് ടു 360 മൈനസ് 90 പ്ലസ് 90 is 180 പ്ലസ് 30 is 210 ഈക്വൽസ് ടു 150 ഡിഗ്രി. ആംഗിൾ ROQ ഈക്വൽസ് ടു 150 ഡിഗ്രി. മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ RQP. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിളിന്റെ മെഷറാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൽ സൈഡ് OR ഈക്വൽസ് ടു OQ, റേഡി ഓഫ് ദ സർക്കിൾ. ഇൻ ട്രയാങ്കിൾ OQR, OR ഈക്വൽസ് ടു OQ, റേഡി ഓഫ് ദ സർക്കിൾ. രണ്ട് സൈഡുകൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ആംഗിൾ OQR ഈക്വൽസ് ടു ആംഗിൾ ORQ, ഈക്വൽ ആംഗിൾസ് ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആംഗിൾ ROQ കണ്ടുപിടിച്ചിട്ടുണ്ട്, 150 ഡിഗ്രി. ആംഗിൾ ROQ ഈക്വൽസ് ടു 150 ഡിഗ്രി. Therefore, angle OQR plus angle ORQ plus angle ROQ equals to 180 degree by angle sum property. Angle OQR plus angle ORQ plus 150 degree equals to 180 degree. Angle OQR plus angle ORQ equals to 180 minus 150 equals to 30 degree. Angle OQR 30 by 2 equals to 15 degree. Angle ORQ also equals to 15 degree. രണ്ട് ആംഗിൾസും ഈക്വൽ ആണല്ലോ. അപ്പോൾ രണ്ട് ആംഗിൾസും 15 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ RQP ആണ്. ആംഗിൾ OQP 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ, ടാൻജന്റ് ടു ദ റേഡിയസ്. ആംഗിൾ OQP ഈക്വൽസ് ടു 90 ഡിഗ്രി, ടാൻജന്റ് ടു ദ റേഡിയസ്. ആംഗിൾ RQP ഈക്വൽസ് ടു ആംഗിൾ OQP മൈനസ് ആംഗിൾ OQR ഈക്വൽസ് ടു 90 മൈനസ് 15 ഈക്വൽസ് ടു 75 ഡിഗ്രി. ആംഗിൾ RQP
ഈക്വൽസ് ടു 75 ഡിഗ്രി. ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ, അത് നോക്കാം നമുക്ക്. ഫൈൻഡ് മെഷർ ഓഫ് ആംഗിൾ ആർ എസ് ക്യൂ. ഇതാണ് ആംഗിൾ ആർ എസ് ക്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആംഗിൾ ആർ ഒ ക്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 150 ഡിഗ്രി ആയിരുന്നു. ആംഗിൾ ആർ എസ് ക്യൂ ഈക്വൽസ് ടു half of angle ROQ equals to half into 150 equals to 75 degree. The angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. Also find the sum of angle ORP and angle OQP. Angle ORP is 90 degree and angle OQP also 90 degree. Tangent to the circles. Angle ORP equals to angle OQP equals to 90 degree tangent to the radius of the circle. Therefore, angle ORP plus angle OQP ഈക്വൽസ് ടു 180 ഡിഗ്രി. മനസ്സിലായല്ലോ? PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.